ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? അവക കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പി വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS 04. EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരി രംഗനാണ്. കെ കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലമാണ്. താലോലം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? പി ജയചന്ദ്രനാണ്. പി ജയചന്ദ്രൻ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴയാണ്. നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ലൂണിയാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി കൃഷിയാണ് കറുത്ത മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് മൗസിൻഡ്രം. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ മാസം 16 ലോക ഓസോൺ ദിനം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് NW2 നാഷണൽ വാട്ടർവേ 2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ. അടുത്ത ചോദ്യം, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് പിംഗലി വെങ്കയ്യ ജനിച്ചത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ അരയാലാണ് തന്നിരിക്കുന്നത്. ഓപ്ഷനിൽ നിന്ന് അരയാലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമാർജനം, ആർട്ടിക്കിൾ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. 2005 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തൃശൂർ. തൃശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഇവയെല്ലാം: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. ചാന്നാർ ലഹള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്, ഓപ്ഷനിലെ ആദ്യ സെക്രട്ടറിയാണ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. ഈ ഇക്കണ്ട വാര്യർ അതിന്റെ പ്രധാന നേതാവായിരുന്നു. അപ്പോ ഇതിന്റെ ഉത്തരം PSC എങ്ങനെ കൊടുക്കും എന്ന് സംശയമുണ്ട്. ഓക്കെ. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി നദി. കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിൽ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന് 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഇവിടെ അഹമ്മദാബാദിലെ തുണിമിൽ സമരവും ഖേദ സത്യാഗ്രഹവും 1918 നടന്നത്. ഓപ്ഷനിൽ 2 ഉണ്ട്. അതും PSC എങ്ങനെയാണ് ഉത്തരം കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ്. തെഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തെഭാഗ മൂവ്മെന്റ് നടന്നത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംബാദ് കൗമുദി. സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ. GK ചോദ്യങ്ങള് മിക്കതും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ SCRT ഫാക്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയൻസ് ഒക്കെ കൂടുതലും SCRT എന്നാണ് ചോദിച്ചത്. ബാക്കി GK ഒരു 90% മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ബാക്കി ഇനി 5 ഘട്ടമുണ്ട്. ഈ 5 ഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ
മുൻവർഷ ചോദ്യങ്ങൾക്കും SCRT പാഠപുസ്തകങ്ങൾക്കും നന്നായിട്ട് പ്രാധാന്യം കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത് നേരത്തെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത സയൻസ് ചോദ്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോശിവലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസിമ. ഇതൊക്കെ SCRT ഫാക്റ്റ് ആണ്. എംഫിസിമയൊക്കെ SCRTയിലുണ്ട്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനി എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് SCRT ഫാക്റ്റ് ആണ്. അക്ഷയയാണ് ഉത്തരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. SCRTയിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ഏതാണ്? സസ്യഭുക്കാണ്. സസ്യഭുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് മാസം 22-ാം തീയതിയാണ്. മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനമാണ്. ഇത് PSC മുൻവർഷ ചോദ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? SCRT ഫാക്റ്റ് ആണ്. ഫ്ലൂറിൻ. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? SCRT ആണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് ഇരുമ്പിന്റെ അയിരുകൾ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. SCRT ഫാക്ട്. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാസ്ചറൈസേഷൻ എന്നാണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG ആണ്. LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം SCRT ആണ്. ഊഞ്ഞാലിന്റെ ചലനമാണ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പൊതുവെ കുറച്ച് ടഫ് തന്നെയായിരുന്നു. പഠിച്ച ആൾക്കാർക്ക് മാത്രമേ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെ 10th പ്രിലിംസ് വെച്ച് നോക്കുമ്പോൾ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ചോദിച്ചത്. ആൻസേഴ്സ് എന്തായാലും ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ്? 7.5 ഡിഗ്രിയാണ്. 7.5 ഡിഗ്രി. അപ്പൊ മാത്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആൻസേഴ്സ് മാത്രം നോക്കാം. ഒരു കലണ്ടറിന്റെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 8. 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32 = 63/32. 6⁻21ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 6 ആണ്. 6. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് 50%. 50%. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എത്രയാണ്? 2400 ആണ്. 2400. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത്? 138 രൂപയാണ് നൽകേണ്ടത്. 0.49 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 0.49 -5. 2⁵3 × 4⁵3 × 6⁵5 2 divided by
36 raised to 4 into 16 raised to 3 is equal to 9/2. 9/2 ആണ് ഉത്തരം. 45 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഉത്തരം 3 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. √3 minus 2 by √3 plus 2 plus √3 plus 2 divided by √3 minus 2. ഇതിന്റെ വാല്യൂ ഓപ്ഷൻ ഡി 10 ആണ്. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏത്? 4, 18, 48, -180. ഉത്തരം 100 ആണ്. 100. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിന്റെ നീളവും വീതിയും യഥാക്രമം 12.5 മീറ്ററും 10 and 2/3 മീറ്ററും ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 46 and 1/3 മീറ്റർ. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ഒരു ചുമരിന്റെ നീളം 5.5 മീറ്ററും വീതി 4.25 മീറ്ററുമാണ്. ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുമർ സിമന്റ് തേക്കാൻ എത്ര രൂപ ചിലവ് വരും? 513 രൂപയാണ് ചിലവ് വരുന്നത്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. അപ്പോൾ അച്ഛന്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എത്രയാണ്? 20 വയസ്സാണ്. 20. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗവും 6 ഭാഗവും 4 ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കുന്നതാണ്? 1500 രൂപയാണ് ലഭിക്കുന്നത്. രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിക്കുക? ഉത്തരം 10% ലാഭമാണ് ലഭിക്കുന്നത്. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ എത്ര? 36 ആണ്. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ ഇതേ വലുപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? ഉത്തരം 2 മണിക്കൂർ 15 മിനിറ്റ്. അവസാനത്തെ ചോദ്യം, എയും ബിയും 10 താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളാണ്. ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യകളാകുന്ന BA-യുടെയും B3-യുടെയും ഗുണനഫലം 57A ആണെങ്കിൽ എയുടെ വില എത്ര? 5 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യുക. കൂടാതെ BSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ നാളെ വരുന്നതായിരിക്കും. അത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെട്ടു, ആ വക കാര്യങ്ങളും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്